രണ്ട് കാര്യങ്ങളുണ്ട്. നല്ല നന്മ നിറഞ്ഞ സിനിമയാണ്. അപ്പോൾ കേരളത്തിൽ ஓடான் சாதனை കുറവാണ്. அது வந்து நம்ம பழைய ஞாபகம் இருக்குது. நம்ம சின்ன பிள்ளையா இருக்கிறப்ப ரப்பர் பந்து வச்சு ஆடி இருப்போம்ல. ஸோ அந்த കുഴപ്പമില്ല, കൊള്ളാം. കണ്ണൂർ തമിഴ് പടം പുതിയൊരു മോഡലിൽ പുതിയ പയ്യന്മാർ വെച്ചെടുത്തിരിക്കുന്നു. കുഴപ്പമില്ല, കൊള്ളാം. படம் சூப்பராக இருந்துச்சு. இந்த மாதிரி ரீசெண்டாக நல்ல படம் ரொம்ப நாள் ஆச்சு. கிரிக்கெட் வச்சு தான், பட் நல்லா கேஸ்ட் அந்த ப்ராப்ளம் பற்றி நம்ம சோஷியலில் இருக்கிற ப்ராப்ளம்ஸ் பற்றிலாம் பேசியிருக்கிறாங்க. ரொம்ப நல்லா இருந்துச்சு. கண்டிப்பாக எல்லோரும் பார்க்கணும். படம் சூப்பர் ஹிட் ஆகும் கண்டிப்பாக. டேரெக்டாக மெசேஜ்னு சொல்லல, பட் பார்க்குறப்ப நமக்கு வந்து நம்ம சிச்சுவேஷனில் சொசைட்டியில் இருக்கிற ஆக்சுவலாக ப்ராப்ளம்ஸ் என்ன இருக்குது, நம்ம எப்படி வந்து கேஸ்ட் வச்சு அந்த மாதிரிலாம் பண்ணுறோம், அதெல்லாம் வந்து புரிய வச்சுருக்கிறாங்க. பட் டைரக்ட் மெசேஜிங்னு எதுவும் இல்லை, பட் நம்மளால் புரிஞ்சிக்க முடியுது என்ன ப்ராப்ளம் இருக்குது. அது வந்து நம்ம பழைய ஞாபகம் இருக்குது. நம்ம சின்ன பிள்ளையாக இருக்கிறப்ப ரப்பர் பந்து வச்சு ஆடி இருப்போம்ல. ஸோ அந்த ஞாபகம் வருது. கிரிக்கெட் தான் மேட்ச் ஃபுல்லாகவே, பட் ஆல்சோ சேஸ் ஹவு குட் இட் இஸ் அபவுட் பொலிட்டிக்கலி ஹவு வி ஹாவ் டு பி. ஸோ சூப்பராக நடிச்சிருக்கிறாங்க. ஹரிஷ் கல்யாண், தினேஷ் வந்து ரொம்ப நல்லா பண்ணியிருக்கிறாரு. அட்டகத்தி தினேஷ் ரொம்ப நாளுக்கு அப்புறம் அந்த அட்டகத்தியிலேருந்து அவர் வந்து வயசாகி இந்த படத்தில் வந்த மாதிரியே இருந்துச்சு. ரொம்ப சூப்பராக நடிச்சிருக்கிறாங்க எல்லாருமே. നല്ല പടം, ക്രിക്കറ്റ് ബേസ് ചെയ്ത പടം. നല്ല രസമുണ്ട് കാണാൻ, നല്ല അടിപൊളി മോശമുണ്ട്. മെസ്സേജ് സ്പോർട്സ് ഡ്രാമ അതന്നെ. നല്ല സിനിമയായിരുന്നു. ആക്ച്വലി ക്രിക്കറ്റാണ് തീം. രണ്ട് കാര്യങ്ങളുണ്ട്. നല്ല നന്മ നിറഞ്ഞ സിനിമയാണ്. അപ്പോൾ കേരളത്തിൽ ഓടാൻ സാധ്യത കുറവാണ്. പിന്നെ ഒരുപാട് നാളത്തെ ശേഷം ഇങ്ങനത്തെ മൂവീസൊക്കെ വരുമ്പം എപ്പോഴും ജാതിയും ജന്തുവും ബന്ധുവും എന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷേ ഒന്നുമില്ലായിരുന്നു. ക്ലീൻ മൂവിയായിരുന്നു, പ്യുവർ ക്രിക്കറ്റ്. പിന്നെ അതിൽ വളരെ നല്ല ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഹരീഷ് കല്യാണായിരുന്നാലും ദിനേഷ് ആയിരുന്നാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നോക്കായിരുന്നു, ഈ ഡയറക്ടർ ആക്ച്വലി നെഞ്ചക്ക് നീതിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. എൻ്റെ സ്വാസിക നല്ലപോലെ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഒരു ക്രിക്കറ്റ് ഫീൽഡിൽ നടക്കുന്ന ഈ നമ്മൾ ഗല്ലി ക്രിക്കറ്റ് എന്നൊക്കെ പറയില്ലേ, ഇത് നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ പോയി കളിക്കുന്നത്. അപ്പോൾ അതിൽ വെച്ച് പറ്റുന്ന രണ്ടാൾക്കാർക്ക് പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിൽ പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഇൻസിഡൻ്റാണ്. അതെങ്ങനെ അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നു. വളരെ നല്ല മെച്ചൂർഡ് രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. എൻ്റർടൈനിങ് ആദ്യം തൊട്ട് അവസാനം വരെ. ക്രിക്കറ്റാണ് ബേസ്. നന്മ നിറഞ്ഞ സിനിമ അത് തന്നെയാണ്. അത് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ, നമ്മൾ പണ്ട് ഇപ്പോഴൊക്കെയാണല്ലോ ടർഫ് മറ്റേതൊക്കെ വന്നത്. ഇപ്പം പണ്ട് നമ്മൾ ഈ മണ്ണിലായിരുന്നാലും കിട്ടുന്ന, ഇവിടെ ഇപ്പം നമ്മൾ പൂജപ്പുര ഗ്രൗണ്ടായിരുന്നാലും അവിടെ എവിടെയെങ്കിലും ആയിരുന്നാലും ക്ലബ്ബിലെല്ലാം കളിക്കാൻ പോയിരുന്നാലും ആ ഒരു ഫീൽ നമുക്ക് ഡെഫിനറ്റ്ലി ഓർമ്മ വരും. അത് തന്നെയാണ് ഇപ്പോഴും ആ ഒരു കൾച്ചർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ തമിഴ്നാട്ടിൽ. കിട്ടുന്ന സ്ഥലത്ത് പോയി കളിക്കുക എന്നുള്ള ഇത്. അപ്പോൾ അതിൽ വെച്ച് വരുമ്പോൾ തന്നെ മാച്ചസും ചാമ്പ്യൻഷിപ്സൊക്കെ വരുമ്പം ആ ഒരു ഫീൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഹരീഷ് കല്യാൺ അഗെയിൻ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം പാർക്കിങ്ങിൽ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലും ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പം വളരെ ഒരു ഡീഗ്ലാമറൈസ്ഡ് റോളിൽ എഗെയിൻ സ്വാസിക്കും നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഫുൾ ബേസ് കംപ്ലീറ്റ് ആ ഒരു ഗള്ളി ക്രിക്കറ്റ് അത് ബേസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ മൂവി, നല്ല മൂവി.